നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അല്പസമയം പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതായ ദൈവവചനം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-3 വചനങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഒന്ന് ഉയർന്നു കാണുമ്പോൾ ചിലർക്കൊക്കെ അതിൽ വല്ലാത്ത അസൂയ തോന്നാറുണ്ട്. നമുക്ക് ആ ഉയർച്ച കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ലെങ്കിലും മനസ്സിനെന്തോ ഒരു വല്ലായ്കയാണ്. ആലോചിച്ചു നോക്കിയാൽ അത് നിരർത്ഥകമായ ഒരു തോന്നലാണെന്ന് മനസ്സിലായാൽ പോലും ആ വ്യക്തിയോട് ഒരു പരുഷഭാവമായിരിക്കും പിന്നത്തേതിൽ. ചിലപ്പോൾ ആ പരുഷഭാവം കൂടിക്കൂടി മൂത്ത് പകയായിത്തീരുന്നു. പിന്നെ ആ വ്യക്തിയെ എവിടെ തരം കിട്ടിയാലും ഒന്ന് താഴ്ത്തിക്കെട്ടാൻ തക്കം നോക്കിയായി പതിവ്. ഈ രോഗം പലരുടെയും ഉള്ളിൽ കിടന്നിങ്ങനെ നീറിപ്പുകയാറുണ്ട്. ഈ നീറ്റൽ മനസ്സിനെ മതിക്കുകയും ശരീരത്തെ ശോഷിപ്പിക്കുകയും ആത്മീയ ചിന്തയുടെ വേരറുക്കുകയും ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തി ശത്രുതയുടെ മൂർത്തീഭാവമായി മാറുന്നു. ഒടുവിലിത് ബൂമറാങ് പോലെ തിരിച്ചടിച്ച് നമുക്ക് തന്നെ ആവൽക്കരമായി ഭവിക്കുന്നു. മറ്റേ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദൈവകൃപയുള്ളവനാണെങ്കിൽ അല്ലെങ്കിൽ ദൈവകൃപയുള്ളവളാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, അന്യരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവർക്ക് അവരുടേതായ ജീവിതത്തിൽ എന്നും സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. അതിനാൽ തന്നെ അവർക്ക് ദീർഘായുസ്സമുണ്ട്. നേരെ മറിച്ച് അസൂയാലുക്കളായവരുടെ സ്ഥിതിയോ? തിരുവചനത്തിൽ ഇതിന് ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. കയീനും ഹാബേലും, ദാവീദും ശൗലും, ആദാമും ഹവ്വയും, അങ്ങനെ നീണ്ടുപോകുന്നു ഒരു വലിയ പട്ടിക. കയീൻ്റെ അസൂയ മൂർത്തീഭവിച്ച് അത് പൈശാചികമായി തീർന്നപ്പോൾ ഹാബേൽ അതിക്രൂരമായി കയീനാൽ കൊല്ലപ്പെടുവാനിടയായി തീർന്നു. ആദാമിൻ്റെയും ഹവ്വയുടെയും സന്തുഷ്ട ജീവിതത്തിൽ ഇടങ്കോലിടുവാൻ അസൂയാലുവായ സാത്താൻ ഉപായം പ്രയോഗിച്ച് അവരുടെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ ഫലം എന്താണ്? സാത്താൻ ദൈവത്താൽ കൂടുതൽ ശാപഗ്രസ്തനായി മാറ്റപ്പെട്ടു. ദാവീദ് ഗോല്യാത്തിനെ വധിച്ചതിൽ ശൗലിന് കടുത്ത അസൂയുണ്ടായി. തനിക്കും തൻ്റെ പടനായകന്മാർക്കും ചെയ്യാൻ കഴിയാതിരുന്നതായ ഒരു വലിയ കാര്യം ഇടയബാലനായ ദാവീദ് ചെയ്തത് ശൗലിന് സഹിക്കുവാൻ സാധിച്ചില്ല. ഇസ്രായേൽ ജനം ദാവീദിന് ജയ ജയ കൂടി പാടി കേട്ടപ്പോൾ ശൗലിൻ്റെ അസൂയ ദാവീദിനോട് വളരെയധികമായി ആളിക്കത്തുവാനിടയായി. തന്നെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിച്ച വീരശൂര പരാക്രമിയും സ്വന്തം മരുമകനുമായ ദാവീദ് ഇങ്ങനെ ശൗലിൻ്റെ പരമശത്രുവായി തീർന്നു. തൻ്റെ മരുമകന്റെ ഉയർച്ചയിൽ സന്തോഷിക്കേണ്ട ശൗലിൻ്റെ ഹൃദയം അസൂയയിൽ പുകഞ്ഞു നീറുവാനിടയായി. പല രീതിയിലും ശൗൽ ദാവീദിനെ വകവരുത്തുവാൻ നോക്കി. ദൈവം ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ അനർത്ഥമൊന്നും ഒരിക്കലും അവന് സംഭവിക്കുവാനിടയായില്ല. ഒടുവിൽ അതൊക്കെയും ശൗലിന് മാനഹാനിക്കും സിംഹാസന നഷ്ടത്തിനും നിത്യനാശത്തിനും ക്രൂരമായ മരണത്തിനും കാരണമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് ചുറ്റുമുള്ളതായ മറ്റു മനുഷ്യരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിലും തൊഴിൽ മേഖലകളിലും അവർക്ക് ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ, അവർക്ക് നന്മകൾ ഉണ്ടാകുമ്പോൾ നാം അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അവർക്ക് ഉയർച്ച ലഭിച്ചുവല്ലോ, അവരെന്നെക്കാളും ഒത്തിരി അങ്ങ് ഉയർന്നു പോയല്ലോ, അതൊരിക്കലും ശരിയായില്ല, ഞാനാണല്ലോ ഏറ്റവും ഉന്നതമായ തലത്തിൽ നിൽക്കേണ്ടുന്നതായ വ്യക്തി, എന്നെക്കാൾ ആരും കവിഞ്ഞു മുമ്പോട്ട് വളരാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളതായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി നമ്മൾ എടുത്തു മാറ്റേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നിങ്ങളും ദൈവത്തിൻ്റെതായ സന്നിധിയിൽ ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ദൈവവചനം അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് നയിക്കുമ്പോൾ തക്ക സമയത്ത് നിങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തും. വചനം പറയുന്നത് ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള ഭുജത്തിൽ താണിരിപ്പാനായിട്ടാണ്. അങ്ങനെയാണ് ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ആയതിനാൽ തക്ക സമയത്ത് ദൈവത്താൽ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ, ദൈവത്തിൽ നിന്നുള്ളതായ നന്മകളും ഉയർച്ചയും പ്രാപിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ താഴ്മയോടും ക്ഷമയോടും പ്രത്യാശയോടും പൂർണ്ണമായ ദൈവവിശ്വാസത്തോടും കാത്തിരിക്കാം. കർത്താവ് തക്ക സമയത്തിൽ നിങ്ങളെയും അനുഗ്രഹിച്ച് ഉയർത്തുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതിലേക്കായി നിങ്ങളെയും ഒരുക്കി തീർക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.